കേരളത്തിൻ്റെ സാമ്പത്തിക സർവേയും ബജറ്റും ജനങ്ങൾക്ക് മുന്നിലെത്തിയ പശ്ചാത്തലത്തിൽ ഒരു കണക്കിൽ നിന്ന് തുടങ്ങാം. കേരളത്തിൻ്റെ ആകെ വരുമാനം 1,53,543 കോടി രൂപ. ശമ്പളം, വിരമിച്ചവരുടെ പെൻഷൻ, കടമെടുക്കുന്നതിൻ്റെ പലിശ എന്നിവയ്ക്ക് മാത്രമായി വേണ്ടത് 1,67,185 കോടി. ഈ മൂന്ന് കാര്യത്തിന് പോലും തികയില്ല വരുമാനം എന്ന് പറയണ്ടല്ലോ. അതിനായി 13,642 കോടി രൂപ കൂടി വേണം. ഈ വലിയ തുകയൊക്കെ ഓർത്തിരിക്കാൻ വിഷമമാണെങ്കിൽ 153 രൂപ വരുമാനമുള്ളപ്പോൾ 167 രൂപ ചെലവ് എന്ന് ലളിതമായി പറയാം. അന്തരം 13 രൂപ. ഇവിടെ കൊണ്ട് ചെലവ് തീരുന്നില്ല. അടിസ്ഥാന സൗകര്യ വികസനം, അതായത് റോഡ്, പാലം, കെട്ടിടം തുടങ്ങിയവയ്ക്കും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ ആനുകൂല്യങ്ങൾക്കുമായി ഇനിയും വേണം 19,946 കോടി. റിസർവ് ബാങ്കിൻ്റെ കടം 45,038 കോടി. അങ്ങനെ കേരളത്തിൻ്റെ ഒരു വർഷത്തെ ചെലവ് 1,87,132 കോടിയിലെത്തുന്നു. മുമ്പേ പറഞ്ഞ പോലെ വരുമാനം 153 മാത്രമായിരിക്കെ ആകെ ചെലവ് 187 കടന്നിരിക്കുന്നു. കേരളത്തിൻ്റെ സ്ഥിതി കാൽ നൂറ്റാണ്ടായി തുക ഏറിയും കുറഞ്ഞും ഈ വ്യത്യാസത്തിൽ തുടരുകയാണ്. സമീപ വർഷങ്ങളിലായി വരുമാനം കാര്യമായി ഉയരുന്നുണ്ട് എന്നതാണ് എടുത്തു പറയാവുന്ന വസ്തുത. GST, മദ്യം, ലോട്ടറി എന്നിവയിൽ നിന്ന് കേരളത്തിൻ്റെ മൊത്ത വരുമാനം 1,10,660 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിന് കിട്ടുന്ന ആദായ നികുതി അടക്കമുള്ളവയുടെ വിഹിതമായി തിരികെ കിട്ടുന്നതും കേന്ദ്ര ഗ്രാൻറ്റും ചേർന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം 41,691 കോടി രൂപ ഖജനാവിലെത്തി. നികുതിയും നികുതി ഇതര വരുമാനവും ചേർന്നുള്ള കേരളത്തിൻ്റെ തനത് വരുമാനം 9.8% കൂടിയെന്ന് ധനമന്ത്രി ബാലഗോപാൽ സാക്ഷ്യപ്പെടുത്തുന്നു. നികുതിയും നികുതി ഇതര വരുമാനവും ചേർന്നുള്ള കേരളത്തിൻ്റെ തനത് വരുമാനം കഴിഞ്ഞ വർഷം 9.8% കൂടിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോഴും വർദ്ധിച്ചു വരുന്ന ശമ്പള, പെൻഷൻ, പലിശ ചെലവ് കേരളത്തെ കമ്മിയിലേക്ക് തന്നെ നയിക്കുന്നു എന്നതാണ് തീരാ ദുരിതം. സംസ്ഥാനം അനുഭവിച്ചു പോകുന്ന സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറുകയാണെന്ന് നികുതി വരുമാന വർധന കൂടി പശ്ചാത്തലമാക്കി ധനമന്ത്രി അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടി. നല്ല കാര്യമാണിത്. ഞെരുക്കമാണ്, കടത്തിലാണ് എന്നൊക്കെ സ്ഥിരം ആവർത്തിക്കുന്ന വ്യക്തികളും സംരംഭകരും മാത്രമല്ല, സംസ്ഥാനങ്ങളും രാജ്യവും ഒക്കെ തന്നെ മോശം പ്രതിച്ഛായ സ്വയം സൃഷ്ടിക്കുകയാണല്ലോ. കടമാണെന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ആരും കടം തരില്ല, തിരിഞ്ഞു നോക്കുകയുമില്ല. രക്ഷാമാർഗം സ്വയം കണ്ടെത്താതെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തി വ്യക്തിയും സംരംഭകരും സർക്കാരിനുമൊക്കെ ആയുസ് കളയാമെന്നേ ഉള്ളൂ. എന്നാൽ മറികടക്കാൻ ഒരു വഴിയുമില്ലാത്ത അതീവ ആശങ്കാകുലമായ മറ്റൊരു സ്ഥിതിയിലേക്കാണ് കേരളം നീങ്ങുന്നത് എന്ന കാര്യവും സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നു. കേരളത്തിൽ നവജാത ശിശുക്കളുടെ എണ്ണം കുറയുന്നതും വയോജനങ്ങളുടെ എണ്ണം കൂടുന്നതുമാണ് അതീവ ഗുരുതരമായ സ്ഥിതി സൃഷ്ടിക്കുന്നത്. കേരളത്തിൽ 20 വർഷം മുമ്പ് വരെ പ്രതിവർഷം 6 ലക്ഷം കുട്ടികൾ ജനിച്ചിരുന്നത് ഇപ്പോൾ പാതിയോളമായി. 30 വർഷം മുമ്പ് 6 ലക്ഷം കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്നെങ്കിൽ ഇന്നത് 3 ലക്ഷത്തിൽ താഴെയായി. മുതിർന്നവരുടെ കാര്യമെടുത്താൽ കേരളത്തിൽ 5-ൽ ഒരാൾ 60 വയസ്സിന് മുകളിലാണ്. ഈ മുന്നേറ്റം 5 വർഷം കൂടി കഴിയുമ്പോൾ 4-ൽ ഒരാൾ വയോജനം എന്ന സ്ഥിതിയിലെത്തും. ജനസംഖ്യയിൽ കാൽ പങ്ക് വരുന്ന വൃദ്ധരുള്ള ആദ്യ സംസ്ഥാനം എന്ന പദവി കേരളം കൈവരിക്കും. മറ്റെല്ലാ സംസ്ഥാനത്തും ചെറുപ്പക്കാർ മുന്നിൽ നിൽക്കുമ്പോൾ കേരളം വൃദ്ധസദനമായി പരിണമിക്കുകയാണ്. ചില സമുദായത്തിൽപ്പെട്ടവർ പെരുകുന്ന ഇടം എന്ന് ദുഷ്ലാക്കോടെ ഘോഷിക്കുമ്പോൾ ഒന്നോർക്കുക, ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചയിൽ ഏറ്റവും പിന്നിലാണ് കേരളം. 2001-ൽ കേരളത്തിലെ ജനസംഖ്യ 3.18 കോടിയായിരുന്നു. 10 വർഷം കഴിഞ്ഞ് 2011-ൽ 3.34 കോടി മാത്രം. അതായത് ഒരു പതിറ്റാണ്ടിൻ്റെ ജനസംഖ്യ കൂടിയത് 10.6% മാത്രം. 2001 മുതൽ 2011 വരെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് കേരളത്തിലാണ്, 4.9% മാത്രം. ഇങ്ങനെ കുറഞ്ഞ ജനസംഖ്യാ വളർച്ച നിരക്കുള്ള കേരളത്തിൽ 2036-ൽ ആകെ ഉണ്ടാവുക 3.69 കോടി ജനങ്ങളായിരിക്കുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഇക്കാലത്ത് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യാ വർധന നിരക്ക് 25%. ബജറ്റിനൊപ്പം നിയമസഭയിൽ സമർപ്പിച്ച കേരളത്തിൻ്റെ സാമ്പത്തിക സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കേരളീയർ അതീവ ശ്രദ്ധയോടെ തിരിച്ചറിയേണ്ട ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി സർവേയിലുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹൃദ്രോഗം മൂലമാണ്.
2021 കണക്ക് പ്രകാരം സംസ്ഥാനത്തെ മരണത്തിൽ 47.5% ഹൃദ്രോഗം മൂലമായിരുന്നു. മരണകാരണത്തിൽ 2ാം സ്ഥാനത്ത് ആസ്മയാണ്. ഈ കണക്കിലൂടെയൊക്കെ പോകുമ്പോൾ സാമ്പത്തിക സ്ഥിതിയേക്കാൾ കേരളത്തെ ആശങ്കപ്പെടുത്തുന്നത് കുട്ടികൾ കുറയുന്നതും വൃദ്ധരുടെ എണ്ണപ്പെരുപ്പവും ഹൃദ്രോഗം മൂലമുള്ള മരണവുമാണ് എന്നതിൽ ആർക്കും സംശയമുണ്ടാകാൻ ഇടയില്ല.